ഈ പ്രപഞ്ചത്തിൽ നമ്മൾ മാത്രമാണോ ജീവിക്കുന്നത്? ഇപ്പോൾ ഈ നിമിഷം കോടിക്കണക്കിന് കിലോമീറ്റർ അകലെ മറ്റൊരു ഗ്രഹത്തിൽ ആരെങ്കിലും ആകാശത്തേക്ക് നോക്കി ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ടാകുമോ? ഈ ചോദ്യം ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യനെ പിന്തുടരുകയാണ്. എന്നാൽ ഇന്നുവരെ അതിന് ഉറച്ച ഉത്തരം ലഭിച്ചിട്ടില്ല. എന്നിരുന്നാലും ശാസ്ത്രജ്ഞർ കൈവിട്ടില്ല. കാരണം പ്രപഞ്ചത്തിന്റെ വലിപ്പം മനസ്സിലാക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. നമ്മൾ ജീവിക്കുന്ന ക്ഷീരപഥ ഗാലക്സിയിൽ മാത്രം 100 കോടിയിലധികം നക്ഷത്രങ്ങളുണ്ട്. അവയിൽ പലതിനും ഗ്രഹങ്ങളുമുണ്ട്. ഇതുപോലെ കോടിക്കണക്കിന് ഗാലക്സികളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. അതായത് ജീവൻ ഭൂമിയിൽ മാത്രമുണ്ടെന്ന് ഉറപ്പിച്ചു പറയാൻ ശാസ്ത്രത്തിനും കഴിയുന്നില്ല. പക്ഷേ ജീവൻ ഉണ്ടാകാൻ എന്താണ് വേണ്ടത്? ആദ്യം വേണ്ടത് ദ്രാവകജലമാണ്. പിന്നീട് അനുയോജ്യമായ താപനില, സംരക്ഷിക്കുന്ന അന്തരീക്ഷം, ഹാനികരമായ വികിരണങ്ങളിൽ നിന്ന് കാക്കുന്ന കാന്തികക്ഷേത്രം. ഈ 4 ഭൂമിയിലുള്ളതിനാലാണ് ഇവിടെ ജീവൻ വളർന്നത്. പിന്നീട് ശാസ്ത്രജ്ഞർ മറ്റൊരു ചോദ്യത്തിലേക്ക് തിരിഞ്ഞു. ഭൂമിയെപ്പോലുള്ള ഗ്രഹങ്ങൾ വേറെയുമുണ്ടോ? ഉത്തരം ഉണ്ട്. ഇതിനകം ആയിരക്കണക്കിന് എക്സോ പ്ലാനറ്റുകളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അവയിൽ ചിലത് സ്വന്തം നക്ഷത്രത്തിന്റെ ഹാബിറ്റബിൾ സോൺ എന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അവയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ഗ്രഹങ്ങളിലൊന്നാണ് കെപ്ലർ 452b. ചില ഗവേഷകർ അതിനെ ഭൂമിയുടെ കസിൻ എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ അവിടെ ജീവനുണ്ടെന്ന് ആരും ഇതുവരെ തെളിയിച്ചിട്ടില്ല. അതിനുശേഷം മനുഷ്യരാശി നിർമ്മിച്ച ഏറ്റവും ശക്തമായ ബഹിരാകാശ ദൂരദർശിനികളിലൊന്നായ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് പ്രവർത്തനം തുടങ്ങി. ഇത് കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾ അകലെയുള്ള ഗ്രഹങ്ങളുടെ അന്തരീക്ഷം വരെ പഠിക്കാൻ കഴിവുള്ളതാണ്. ശാസ്ത്രജ്ഞർ ഇപ്പോൾ അവിടെ ഓക്സിജൻ, മീഥേൻ, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയ ജീവന്റെ സൂചനകളാകാവുന്ന വാതകങ്ങൾ അന്വേഷിക്കുകയാണ്. ഇതുവരെ അന്യഗ്രഹ ജീവികളെ നേരിട്ട് കണ്ടെത്തിയിട്ടില്ല. എന്നാൽ അന്വേഷണം തുടരുകയാണ്. ഇതിനിടെ ലോകമെമ്പാടും മറ്റൊരു ചർച്ചയും ശക്തമായി. UFO. ഇന്ന് ഇതിനെ UAP എന്നാണ് വിളിക്കുന്നത്. ആകാശത്ത് കണ്ടെത്തുന്ന തിരിച്ചറിയാൻ കഴിയാത്ത ചില സംഭവങ്ങളെയാണ് ഈ പേരിൽ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ അവ അന്യഗ്രഹ ബഹിരാകാശ വാഹനങ്ങളാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. പല സംഭവങ്ങൾക്കും പിന്നീട് സാധാരണ ശാസ്ത്രീയ വിശദീകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എങ്കിലും എല്ലാ ചോദ്യങ്ങൾക്കും ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. അപ്പോൾ അന്യഗ്രഹ ജീവികൾ ശരിക്കുമുണ്ടാകാനുള്ള സാധ്യത എത്രയാണ്? ശാസ്ത്രജ്ഞർ പറയുന്നത് വളരെ ലളിതമാണ്. ഇത്രയും വലിയ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ മാത്രം ജീവൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ധൈര്യമുള്ള നിഗമനമാണ്. അതേസമയം അവർ ഉറപ്പായും ഉണ്ടെന്ന് പറയാനും തെളിവില്ല. ശാസ്ത്രം വിശ്വസിക്കുന്നത് തെളിവുകളെയാണ്. അവർ സൂക്ഷ്മജീവികളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെക്കാൾ കോടിക്കണക്കിന് വർഷങ്ങൾ മുന്നിലുള്ള ഒരു സംസ്കാരമായിരിക്കാം. അതുമല്ലെങ്കിൽ നമ്മൾ കണ്ടെത്താത്തൊരു സമുദ്രത്തിൻ്റെ അടിയിലായിരിക്കാം. ആർക്കും അറിയില്ല. ഒരു ദിവസം മനുഷ്യരാശി ആദ്യമായി അന്യഗ്രഹ ജീവികളുടെ ഉറച്ച തെളിവ് കണ്ടെത്തിയാൽ അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തലായിരിക്കും. അന്നു മുതൽ മനുഷ്യൻ ഭൂമിയിലെ ജീവി മാത്രമല്ല, പ്രപഞ്ചത്തിലെ ഒരു ജീവി എന്ന നിലയിലാണ് സ്വയം കാണാൻ തുടങ്ങുക. അതിനാൽ അന്യഗ്രഹ ജീവികൾ ശരിക്കുമുണ്ടോ എന്ന ചോദ്യത്തിന് ഇന്നും വ്യക്തമായ ഉത്തരമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്: പ്രപഞ്ചം ഇന്നും തൻ്റെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ മറച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളോടൊരു ചോദ്യം: ഈ വിശാലമായ പ്രപഞ്ചത്തിൽ നമ്മൾ മാത്രമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ജീവൻ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതൂ.